അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നതിന് മഴ പെയ്യാൻ സർവ്വമത പ്രാർത്ഥന. തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കർഷക സംഘടനകളാണ് സർവ്വമത പ്രാർത്ഥന നടത്തിയത്. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന തേക്കടിയിലെ സ്പിൽവേ ഷട്ടറിന് സമീപമായിരുന്നു പ്രാർത്ഥന. മുല്ലപ്പെരിയാറിൽ വെള്ളമില്ലാത്തതിനാൽ ജലസേചനത്തിനായി തമിഴ്നാട്ടിലേക്ക് ഇതുവരെ വെള്ളം തുറന്നുവിട്ടിട്ടില്ല. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ് രാഹുൽ. തമിഴ്നാട്ടിൽ കുറച്ച് പ്രതിസന്ധിയാണ്. നമ്മൾ ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ അത് കോമഡി ആയിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. അതവരുടെ ജീവൽ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വെള്ളം വന്നില്ലെങ്കിൽ ഇക്കുറി വിളയിറക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും കർഷകർ വല്ലാതെ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യമുണ്ട്. മഴയാണെങ്കിൽ 30-34% കുറവുമാണ്. ഇതാണോ പ്രാർത്ഥനയ്ക്കുള്ള കാരണം? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കേരളത്തിൽ മഴ പെയ്യാത്തത് കേരളത്തെ മാത്രമല്ല തമിഴ്നാടിനെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിലെ ജലത്തെ ആശ്രയിച്ചാണ് തമിഴ്നാട്ടിലെ 5 ജില്ലകൾ മുന്നോട്ട് പോകുകയും ചെയ്യുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കിയിൽ മുല്ലപ്പെരിയാറിലടക്കം മഴ പെയ്യാത്തതുകൊണ്ടും മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരാത്തതുകൊണ്ടും തമിഴ്നാട്ടിൽ ആദ്യഘട്ട കൃഷി ഇതുവരെയും ഇറക്കാൻ സാധിച്ചിട്ടില്ല. സാധാരണ ജൂൺ മാസം 1-ാം തീയതി ആദ്യ കൃഷിക്ക് വേണ്ടിയുള്ള 200 ഖനിയടി വെള്ളം കൊണ്ടുപോകുന്നതാണ്. അത് വലിയ ആഘോഷത്തോടു കൂടിയായിരുന്നു ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന ശേഷം അവർ ആ വെള്ളം കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 112 അടി മാത്രമാണ് നിലവിലുള്ളൂ. 118 അടി ഉണ്ടായാൽ മാത്രമാണ് ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം അവിടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഴ പെയ്യാൻ വേണ്ടി സർവ്വമത പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള കർഷക സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ തേക്കടിക്ക് സമീപം ഈ പ്രാർത്ഥന നടന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 2019 സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും മഴ കുറവായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ സർവ്വമത പ്രാർത്ഥന നടത്തുകയും അന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം മഴ പെയ്യുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തു എന്നതാണ് അവരുടെ വിശ്വാസം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രാർത്ഥന ഇപ്പോൾ നടത്തേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ പെയ്യുമോ ജലനിരപ്പ് ഉയരുമോ എന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും തമിഴ്നാട്ടിലെ ഈ കൃഷി കാര്യമായി തന്നെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ കൃഷിയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഓണത്തിനടക്കം കേരളത്തിലേക്ക് പച്ചക്കറി എത്തണമെങ്കിൽ അവിടെ കൃഷി ഇറക്കണം. അതിനുവേണ്ടി മഴ പെയ്യട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും മഴ പെയ്യണം. അവരുടെ പ്രാർത്ഥന കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും മഴ പെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. കാര്യം കർഷകരാണ്, അവരുടെ ജീവൽ പ്രശ്നമാണ്. നമുക്ക് വേണമെങ്കിൽ പരിഹസിച്ച് തള്ളാം, ചെയ്യരുത്. അവരുടെ വിശ്വാസമാണ്. കാരണം എന്താ, അവിടെ മഴ പെയ്തില്ലെങ്കിൽ ആ മനുഷ്യരുടെയൊക്കെ ജീവൽ പ്രശ്നമല്ലേ. മഴ പെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. പക്ഷേ മഴ പെയ്യണം എന്ന് പരാതി നമ്മൾ ആരോട് പറയും അല്ലേ? കാത്തിരിക്കുക അല്ലാതെ എന്താ ചെയ്യുക? ചില മനുഷ്യർക്ക് പ്രതീക്ഷിക്കാൻ ചില കാര്യങ്ങൾ വേണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതെന്താണ്, ഉത്സവമാണോ എന്ന് ചോദിക്കുന്നു. ഡാം പുതുക്കപ്പെടാൻ കഴിയട്ടെ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇപ്പം പ്രശ്നം അങ്ങനെയല്ലെന്നേ. ഇപ്പം അവിടുത്തെ ആളുകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നം മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോയില്ലെങ്കിൽ അവരുടെ വിളകളൊക്കെ കരിഞ്ഞുണങ്ങുന്ന സാഹചര്യം വരും. വിളകൾ തമിഴ്നാട്ടിൽ കരിഞ്ഞുണങ്ങിയാൽ നമുക്ക് ഉണ്ണാൻ പറ്റാതെ വരും. അതും പ്രേക്ഷകർ ഒന്ന് മനസ്സിൽ കരുതിക്കോളൂ. നമുക്ക് ഉണ്ണണമെങ്കിൽ പാവപ്പെട്ട നമ്മുടെ കർഷകർ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ഈ പറയുന്ന ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ വിളയിപ്പിക്കണം. അതിന് വെള്ളം കൊണ്ടുപോകണം. നമ്മളില്ല, എന്ത് ചെയ്യാൻ പറ്റും? പ്രിയപ്പെട്ടവരെ,